ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. അമ്മയ്ക്ക് ഓർമ്മയില്ലാത്തതാണോ ഞങ്ങൾ വിഷ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കുകയാണോ എന്നറിയില്ല. ഞങ്ങൾ ആരും വിഷ് ചെയ്തിട്ടുമില്ല, സ്റ്റാറ്റസ് ഇട്ടിട്ടുമില്ല. ഇപ്പോൾ വൈകുന്നേരം 4 മണിയായി. ബർത്ത്ഡേ ആണെന്നുള്ളൊരു ക്ലൂ ഞങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഇപ്പോൾ കേക്ക് വാങ്ങിക്കാൻ പോവുകയാണ്. എന്താവും റിയാക്ഷൻ എന്നൊന്നും അറിയില്ല. സോ ആദ്യം ഞങ്ങൾ പോയി ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോഴത്തെ വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് വാ. ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. ഗിഫ്റ്റ് നമ്മൾ ഒരു 5 ദിവസം മുന്നേ പോയി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് മേടിക്കണം എന്നുള്ളത് ഞാൻ ഫുള്ളി പ്ലാൻഡ് ആയിരുന്നു. എനിക്കൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു അമ്മയ്ക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത്. ഞാൻ എന്താ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒരു മൂക്കുത്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും മൂക്കുത്തിയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂക്കുത്തി മാറ്റിയിടുന്ന ടൈമിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഒരു 3 സ്റ്റോണുള്ള ഒരു റിങ് പോലത്തെ ഒരു മൂക്കുത്തി ഉണ്ട്, നമുക്കത് പിന്നെ മേടിക്കണേ എന്നുള്ളത് അമ്മ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്കത് വാങ്ങിച്ചു കൊടുക്കണം എന്ന്. ദൈവം സഹായിച്ച ആ ടൈമിൽ എൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടായിരുന്നു. ഇതനി ഞാൻ കൈമിൽ വെച്ചിന് റെഫറൻസ് ആയിട്ടുള്ള ഫോട്ടോ. എനിക്ക് എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള തന്നെ ഒരു മൂക്കുത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു അമ്മ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല ഞാൻ ഈ സാധനം മേടിച്ചു കൊടുക്കുന്നത്. വിചാരിച്ച പോലെ തന്നെ അമ്മ ഒരു പൊടി പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ മേടിച്ചു കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇന്ന് തന്നെയാണ് ഞാൻ അച്ഛൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് 2 ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ 2 ചുരിദാർ മേടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അമ്മേൻ്റെ ഒരു ചോയ്സ് നമ്മളെ ചോയ്സ് പോലെയില്ല. അമ്മയ്ക്ക് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്കൊരു ഓൺ ചോയ്സ് ഉണ്ട്. അപ്പം നമ്മൾ വാങ്ങിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ അത് എവിടെയാണെങ്കിലും പോയി മാറ്റും. അപ്പം ചുരിദാർ മേടിച്ചാൽ അതെന്തായാലും അമ്മ കൊണ്ടുപോയി മാറ്റുമെന്ന് എനിക്ക് അറിയണതുകൊണ്ട് ഞാൻ ടോപ്പാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നെയും എൻ്റെ സെലക്ഷനും അമ്മേൻ്റെ സെലക്ഷനുമായിട്ട് ചേരലുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് 2 ടോപ്പും മേടിച്ചിട്ടുണ്ടേനി. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ അമ്മയ്ക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇനി ബർത്ത്ഡേ. അമ്മ മറന്നു പോയതല്ല, ഞങ്ങൾ ഞങ്ങൾ വിഷ് ചെയ്യുമോ എന്ന് അമ്മ നോക്കി നിൽക്കേനി. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിയായിട്ട് നല്ല കച്ചറ ഉണ്ടാക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മ വെയിറ്റ് ചെയ്തിരിക്കേനി. ഞങ്ങൾ മറന്നില്ലെങ്കിലും അച്ഛൻ മറക്കില്ല എന്നുള്ളത് അമ്മ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കേനി. പക്ഷേ അച്ഛനും വന്ന അഭിനയം, രാത്രി വരെ വിളിച്ചിട്ടും അച്ഛൻ വിഷ് ഒന്നും ചെയ്തില്ല. രാവിലെ വിളിച്ച് വൈകുന്നേരം വിളിച്ച് എന്നിട്ടൊന്നും അച്ഛൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മയ്ക്ക് അമ്മ വിചാരിച്ചു, ഇവരെൻ്റെ ബർത്ത്ഡേ മറന്നു പോയി എന്നുള്ളൊരു ചിന്തയിലിനി. പടരും ചിരിയിൽ അറിയാതലിയും പരിഭവമലരേ നിഴലായി കണിമലരിതളായി ഒഴുകും തിറയായി അലതൻ നിറമായി ഞാൻ പാടും പാട്ടുകളുടെ ഇടത്ത് കുയിലായി നീ മൂളും എതിർപ്പാട്ടിൻ താളത്ത് പതിവായി ഞാൻ പാടും പാട്ടുകളുടെ ഇടത്ത് കുയിലായി നീ മൂളും എതിർപ്പാട്ടിൻ താളത്ത് ഒരു നേരമെങ്കിലും കൊതിയോടെ കണ്ടിടാൻ കനവുകളിൽ പുതുമഴയായി പെയ്തു, നിലവുകളിൽ പൂങ്കനികൾ നെയ്തു. ഈ ജന്മസാഗരം അണയാതെ നോക്കിടാം. നീയൻ മൊഴിയിൽ പടരും ചിരിയിൽ അറിയാതലിയും പരിഭവമലരേ നിഴലായി കണിമലരിതളായി ഒഴുകും തിറയായി അലതൻ നിറമായി ഞാൻ പാടും പാട്ടുകളുടെ ഇടത്ത് കുയിലായി നീ മൂളും എതിർപ്പാട്ടിൻ താളത്ത് പതിവായി ഞാൻ പാടും പാട്ടുകളുടെ ഇടത്ത് കുയിലായി നീ മൂളും എതിർപ്പാട്ടിൻ താളത്ത് ഒരു നേരമെങ്കിലും കൊതിയോടെ കണ്ടിടാൻ കനവുകളിൽ പുതുമഴയായി പെയ്തു, നിലവുകളിൽ പൂങ്കനികൾ നെയ്തു. ഈ ജന്മസാഗരം അണയാതെ നോക്കിടാം. നീയൻ മൊഴിയിൽ പടരും ചിരിയിൽ അറിയാതലിയും പരിഭവമലരേ നിഴലായി കണിമലരിതളായി ഒഴുകും തിറയായി
തൻ നിറമായി വലുതായി ഞാൻ പാടും